നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകൾക്ക് ബാംഗ്ലൂർ, മൈസൂർ കോളേജുകളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച കരിയർ ഗൈഡൻസിനും അഡ്മിഷനും ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ഓറഞ്ച് എഡ്യു വേൾഡ്, സ്റ്റഡി അബ്രോഡ് ആൻഡ് ഇന്ത്യ, പൂക്കോട്ടുംപാടം, നിലമ്പൂർ. ശുദ്ധജല വിതരണത്തിന് നടപടികളുമായി കാളികാവ് പഞ്ചായത്ത്. ചൂട് കടുത്തതോടെ പലയിടങ്ങളിലും കുടിവെള്ളക്ഷാമം നേരിടുന്നുണ്ട്. ഇതിന് പരിഹാരമായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വാഹനങ്ങളിൽ ശുദ്ധജലം എത്തിക്കുന്നതിനാണ് പഞ്ചായത്ത് അധികൃതർ നടപടി ആരംഭിച്ചത്. ചൂട് കനത്തതോടെ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. ജലക്ഷാമമുള്ള പ്രദേശങ്ങളിൽ ശുദ്ധജലം എത്തിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് രമാരാജൻ പറഞ്ഞു. പൊതുവെ കാലാവസ്ഥയിൽ വന്നതിനുള്ള മാറ്റം നമ്മുടെ കാളികാവ് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മേഖലയിലുള്ള മാറ്റത്തിന് ഉഷ്ണം കൂടി വരികയാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് കുടിവെള്ളക്ഷാമം കുറച്ച് അധികമായിട്ട് അനുഭവപ്പെട്ടു. അതായത് വാട്ടർ അതോറിറ്റിയുടെ 2 പമ്പിലും ഒരു മോട്ടർ കത്തിപ്പോയി. മറ്റത് ഒരു മോട്ടർ വോൾട്ടേജ് പ്രശ്നം കൊണ്ടാണെന്നാണ് നമ്മളോട് പറഞ്ഞത്. വെള്ളം അടിക്കുന്നത് വിചാരിച്ച മാതിരി കിട്ടുന്നില്ല. നമ്മുടെ ഈ കാളികാവ് ഭാഗത്തേക്ക് വെള്ളം സപ്ലൈ ഒരാഴ്ചയായിട്ട് നിന്നു പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ അത് പുനരാരംഭിച്ചിട്ടുണ്ട്. ഒരു സമാധാനമുള്ള കാര്യമാണ്. എന്നാലും കൂടി നമ്മൾ കാളികാവ് പഞ്ചായത്ത് കുടിവെള്ളം സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും എടുത്തിട്ടുണ്ട്. നമുക്ക് GIS പിടിച്ച വാഹനം വേണം. അതിന് നമ്മൾ ടെൻഡർ നടപടികളൊക്കെ എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ സജ്ജരായി ഒരുങ്ങി നിൽക്കുകയാണ്. എമർജൻസി വരുന്ന അവസരത്തിൽ നമ്മൾ ചില വാർഡുകൾ, അതായത് പുളിയങ്കല്ല് വാർഡ് ഭാഗത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ടിലോട്ട് ആ വാർഡ് മെമ്പറിന്റെ നേതൃത്വത്തിൽ തന്നെ അവിടെ വാട്ടർ സപ്ലൈ ചെയ്യുന്നുണ്ട്. 1-ാം വാർഡിലെ മെമ്പർ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ ഇനി അടുത്തൊരു ബുദ്ധിമുട്ടുള്ളത് മമ്പാടംകുന്ന് ഏരിയയാണ്. അവിടെ നമ്മളെ കുടിവെള്ളം പൈപ്പ്, അതായത് മധുമല വെള്ളം JJ മിഷൻ വെള്ളം പൈപ്പ് അങ്ങോട്ട് മുകളിലേക്ക് എത്തിയിട്ടില്ല. അവിടെ കുറേ വീടുകൾ കിണർ കുഴിച്ചാലും വെള്ളം കിട്ടാത്ത അവസ്ഥയിലുണ്ട്. അപ്പം എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ നമ്മൾ കുടിവെള്ളത്തിന് മുട്ടി വരാത്ത വിധത്തിൽ ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലും പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ കടുത്ത കുടിവെള്ളക്ഷാമം നേരിട്ടിരുന്നു. കടുത്ത ജലക്ഷാമം നേരിടുന്ന പുളിയങ്കല്ല്, ഐലാശ്ശേരി, മേലേക്കാളികാവ്, പുറ്റംകുന്ന്, കല്ലംകുന്ന്, ചിറ്റയിൽ, ചെങ്ങണാംകുന്ന് തുടങ്ങിയ മേഖലകളിൽ കുടിവെള്ളം എത്തിക്കാൻ നടപടി ആരംഭിച്ചു. ജലവിതരണം ഏറ്റെടുത്ത് നടത്തുന്നതിനുള്ള ഏജൻസിയെ നിയമിച്ച് ജലവിതരണം തുടങ്ങാനാണ് പദ്ധതി. കുടിവെള്ളത്തിന്റെ ഉപയോഗത്തിൽ സൂക്ഷ്മത പാലിക്കണമെന്നും ശുദ്ധജലം മലിനമാക്കുന്ന പ്രവൃത്തികളിൽ നിന്ന് മാറി നിൽക്കാനും സന്നദ്ധ സംഘടനകളും വ്യക്തികളും സഹകരിക്കണമെന്നും പഞ്ചായത്ത് ബോർഡ് അഭ്യർത്ഥിച്ചു. ഇവിടെ സൂചിപ്പിച്ച പോലെ നമ്മുടെ ഈ കാളികാവ് പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമായി വരികയാണ്. അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിച്ചു. ടെൻഡർ നടപടികൾക്ക് നമ്മൾ പത്രങ്ങളിൽ പരസ്യം ചെയ്തിട്ടുണ്ട്. GPS സംവിധാനങ്ങളുള്ള വാഹനങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഇത്തരം കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി ഒരു കുടിവെള്ള വിതരണത്തിനുള്ള സംവിധാനങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വളരെ വൈകാതെ തന്നെ എല്ലാ വീടുകളിലേക്കും കുടിവെള്ളക്ഷാമം രൂക്ഷമായ എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയാക്കും. ആർക്കും ആശങ്കയില്ലാത്ത രീതിയിൽ ഈ മെയ് മാസം ഇനി കണക്കുന്നതോടുകൂടി, ചൂട് കണക്കുന്നതോടുകൂടി പ്രയാസങ്ങൾ ഉണ്ടാവും നമുക്ക് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് പ്രത്യേകമായ ഒരു ഫണ്ടൊക്കെ അതിന് മാറ്റിവെച്ച് നമ്മുടെ നാട്ടിലെ പ്രിയപ്പെട്ട ആളുകളുടെ ഒരു പ്രയാസം വരുമ്പോൾ ചേർത്ത് പിടിക്കാൻ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഏതൊക്കെ ഭാഗങ്ങളിലേക്കാണ് കുടിവെള്ള വിതരണം ആവശ്യം എന്നുള്ളത് അതാത് സമയങ്ങളിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് കൃത്യമായൊരു ടൈം ലൈൻ ഉണ്ടാക്കി അതാത് സമയങ്ങൾ മെമ്പർമാർ വഴി ആ വീടുകളിലേക്കും വാർഡുകളിലേക്കും അറിയിച്ചുകൊണ്ട് കുടിവെള്ള വിതരണം നടത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പഞ്ചായത്ത് തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.